Hello everyone. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മൾ എയർലിങ്ക് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നതാണ്. ഓക്കേ. ലെറ്റ്സ് ഗോ. ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോടാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ റൂട്ടിലാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇവിടെ വന്നിരിക്കുന്ന സ്ഥാപനം എന്ന് വെച്ചാൽ എയർലൈൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡേഴ്സിലേക്കാണ്. ഒരു യങ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രനർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. അതായത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് നെക്സ്റ്റ് ലെവലിൻ്റെ ഭാഗമായിട്ട് വളരെ യങ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും മികച്ച രീതിയിൽ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നെക്സ്റ്റ് ലെവൽ കോഴ്സിൻ്റെ ഭാഗമായിട്ടും കോച്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും 1/1 ആയിട്ടുള്ള 1-to-1 കൺസൾട്ടിങ്ങിനും കോച്ചിങ്ങിനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൈറ്റ് വിസിറ്റാണ്. കംപ്ലീറ്റ്ലി കാര്യങ്ങൾ അവരുടെ പ്രൊജക്റ്റ് പഠിക്കുക, കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ളതാണ് ഉദ്ദേശം. സോ ഒരു ക്ലയൻറ്റിന് നിങ്ങൾ എന്തായി മാറണം? ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറണം അല്ലേ? എയർലൈൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറുക വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് മാറുക? ട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും വരുന്നത്, ഒരു സാധനം ഒരാളുടെ അടുത്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറയുന്ന ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ അറിയുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നാണ് ഞാൻ സാധനം വാങ്ങിക്കുക അല്ലേ? വി ബൈ ഫ്രം ദ പീപ്പിൾ വി ലൈക്ക്, വി നോ ആൻഡ് വി ട്രസ്റ്റ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ആ ട്രസ്റ്റ് ഫാക്ടറാണ്. വിശ്വാസം വേണം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ രണ്ട് തരത്തിലാണ്. ഒന്ന് ബന്ധമാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള ബന്ധത്തിന് പുറത്ത് ഇയാൾ നല്ലതാണോ അല്ലേ, ഈ ടീം ഉഷാറാണോ അല്ലയോ എന്നുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിന് പുറത്താണ് ആൾക്കാർ. അപ്പോൾ ബന്ധം ഇല്ലാതെ പുതിയ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യും? ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ പരിചയമില്ലെങ്കിൽ പോലും ആ ഡോക്ടർ പറയുന്നത് കംപ്ലീറ്റ്ലി വിശ്വസിച്ച് അദ്ദേഹം പറയുന്ന മരുന്ന് എന്ത് ചെയ്യും? ഒന്നും നോക്കാതെ കണ്ണുടച്ച് വിഴുങ്ങൂലേ, തട്ടിപ്പോകുന്ന പോലും ചിന്തിക്കൂല. ഐ റൈറ്റ്? അത് വിശ്വാസമാണ്. കാരണം അദ്ദേഹം ഡോക്ടർ എന്നുള്ള ആ ടൈറ്റിലോട് കൂടി അദ്ദേഹം ഒരു എക്സ്പേർട്ടായിട്ട് അവിടെ ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തെ നമുക്കൊരു എക്സ്പേർട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയിൽ നന്നായിട്ട് അത്രയും അറിവുള്ള, കഴിവുള്ള, അഗ്രഗണ്യനായിട്ടുള്ള ഒരാൾ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസിലേക്ക് നമ്മൾ കഴിവുള്ളവരാണ്, അറിവുള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്നുള്ളത് എത്തിക്കണം. അത് എത്തിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നോളജ് എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യണം? അവരുടെ മുൻപിലേക്ക് നമ്മൾ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആണോ അല്ലെങ്കിൽ ആ നോളജ് ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. പിന്നെ സേഫ്റ്റി, എത്ര കണ്ട് സേഫായിട്ടാണ് അവരുടെ ഫാമിലി സേഫ് ആയിരിക്കണം എന്ന് അവരുടെ നമ്പർ 1 പ്രയോറിറ്റി ആയിരിക്കും. സേഫ്റ്റി, സെക്യൂരിറ്റി, ബ്യൂട്ടി, അതേപോലെ തന്നെ അവിടുത്തെ ആംബിയൻസ്, അതേപോലെ തന്നെ അവിടുത്തെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിൻ്റെ ക്വാളിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺവിൻസിങ് പോസിബിളാണ്. പഴയ അതേ ടീമിന്, അതേ സെഗ്മെൻറ്റിന് മാർക്കറ്റ് ചെയ്ത രീതി ഇതിന് പറ്റില്ല. നമ്മൾ ഇവിടെ എത്തിച്ചത് ഒരിക്കലും അവിടെ എത്തിക്കില്ല എന്ന് പറയും. നമുക്കെല്ലാവർക്കും നമ്മുടെ എൻ്റയർ ടീം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നത് പ്യൂർലി എന്താണ്? ഒരാളിപ്പം മാർക്കറ്റിങ്ങിൽ നിന്നോട്ടെ, ഒരാൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോട്ടെ, ഒരാൾ HR നിന്നോട്ടെ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആസ് എ ടീമിനൊരു ഗോളേ ഉള്ളൂ, സെയിൽസ്. ടീം ഗോൾ എന്ന് പറയുന്നത് ഇത്രയും ഒരു ടേൺ ഓവറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ടേൺ ഓവർ എന്ന് പറയുന്നത് സെയിൽസിലൂടെയാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ആസ് എ ടീം എഫോർട്ട് ഇടുന്നതിലൂടെയാണ്. എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം
കോമൺ ഗോള് നമ്മളെല്ലാവരും സെയിം ലെവലിലേക്കാണ്. അപ്പം ആർക്കൊക്കെ എവിടെ നിന്നൊക്കെ കണക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ, ഏതെല്ലാം രീതിയിലേക്ക് നമുക്കിതിനെ പുഷ് ചെയ്യാൻ പറ്റുമോ, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ആ രൂപത്തിലേക്ക് ചെയ്യുക. ഒരു ടീം കൾച്ചർ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജനറേഷൻ ഓരോ ഘട്ടത്തിലിങ്ങനെ ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ 30 years കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ സ്വപ്നം വീട് വെക്കലാണ്. അപ്പോൾ ഓരോ 30 years കഴിഞ്ഞിട്ടുള്ള ആളുടെ അത്രയും ആൾക്കാർക്ക് ഇനിയും വീടുകളും സംഭവങ്ങളും സങ്കരം ആവശ്യക്കാരുണ്ട്. ഈ ആവശ്യക്കാർ ഉള്ളത് മാർക്കറ്റിൽ ചിലപ്പം ഓൾറെഡി ഒരു ചെറിയൊരു ബിസിനസ് ഡൗൺ ഉണ്ടാവാം, പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ പലതും ഉണ്ടാവാം. ബട്ട് എന്നാലും ഒരു 20% എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇവരെന്താ വെച്ചാൽ എപ്പോഴും സ്ട്രോങ് ആണ്. ഇവരുടെ ഓൾറെഡി ഇവർക്ക് വിഷയമൊന്നുമില്ല, സാമ്പത്തികമൊന്നൊരു വിഷയമല്ല. ആ ടീമായിട്ടുള്ള ആൾക്കാർ ആ 20% ഇപ്പോൾ സ്കാറ്റർഡായി കിടക്കുക പലരിലേക്കും. പല കമ്പനികളിലും എന്താണ്, ഇപ്പം നിങ്ങൾക്കും ഒരു 5 പേരെ കിട്ടും അല്ലേ, നിങ്ങൾക്ക് 2 പേരെ കിട്ടിയില്ലേ, അതുപോലെ വേറൊള്ള ആൾക്ക് 2 പേരെ കിട്ടും, വേറൊള്ള 2 പേര്, അങ്ങനത്തെ ഒരു 10-100 കമ്പനികളിലേക്കായിട്ട് ചെതറി കിടക്കുന്നുണ്ടാവുന്നത് ഈ ഒരു കോഴിക്കോട് ഏരിയയിൽ നിന്ന്. അത് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു 80% അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 30% എങ്കിലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന 100 കമ്പനികൾ ചെയ്യാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് എത്തണം. ആൻഡ് ദിസ് ഈസ് ദി ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് എടുക്കുന്ന അറിവ് നിങ്ങളിപ്പം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനൊരു ലാൻഡ് സെല്ല് ചെയ്യാനുണ്ട്, സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമല്ലേ ക്വിക്കറിലൊക്കെ ആഡ് ചെയ്യുന്നത്, റൈറ്റ് അല്ലേ? സോറി, ക്വിക്കറിലല്ല, മറ്റേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട്, അതായത് ഇവർക്ക് അറിയേണ്ട കാര്യങ്ങളെന്ത്, സംഭവങ്ങളെന്ത്, നിങ്ങളുടെ പ്രൊജക്റ്റുകളുടെ സൈറ്റിൻ്റെ സംഭവങ്ങളിലേക്ക് വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ടോട്ടലി ഒരു കൾച്ചർ പലർക്കും പലതാ ഇഷ്ടപ്പെടുക. നിങ്ങളുടെ ടീമിന് ഇഷ്ടപ്പെട്ടാൽ മതിയോ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് അവർ വാങ്ങാൻ. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് ഇവർക്ക് ഈ ഗ്രൂപ്പുകൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വീട് നിങ്ങൾ വില്ല പ്രൊജക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ, ഓക്കെ, എയർലൈൻ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ടീം കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒരു വീഡിയോ ചെയ്തിട്ടാൽ, ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഇപ്പോൾ കാണുന്നൊരു പരസ്യം കാണുന്ന പോലെയാണോ അത് കാണുക? ആണോ? അല്ല. അത് മാത്രമാണോ? നല്ല അറിവുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യൂലേ? ആ ഗ്രൂപ്പിൽ ഒതുങ്ങും, അത് വൈറലാവും ചെയ്യും. 150 എൻക്വയറീസ് വരാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ കോസ്റ്റ് എന്താ വരിക? വളരെ കുറഞ്ഞ കോസ്റ്റ് വരും. അത് നമ്മളിവിടുന്ന് ചെയ്യാൻ പറ്റും. യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഒരാൾക്കൊരു വീട് എന്ന് പറയുന്നത് സാധാരണ ഒരു വീട് പറയുന്നത്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഏത് കാറ്റഗറിയിൽ വരും? നിങ്ങൾ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഏത് കാറ്റഗറിയിൽ വരും? ഒരു സാധാരണ ഒരു ബജറ്റ് വീട്, അത് അയാളുടെ ആവശ്യമാണ്, റൈറ്റ് അല്ലേ? പക്ഷേ ലക്ഷറിയസ് സംഭവങ്ങളോ ഏതിൽ വരും? സ്റ്റാറ്റസ്, ലൈഫ് സ്റ്റൈൽ. വാച്ച് നിങ്ങൾ സ്റ്റാറ്റസ് സിമ്പലോ അല്ലേ, റൈറ്റ്? ശരിയല്ലേ? സെയിം സാധനം തന്നെ. അത് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആളെ പുഷ് ചെയ്യുന്നത്? ഒന്ന് ബ്രാൻഡ് പറഞ്ഞിട്ട്, റൈറ്റ്? 2 എന്താണ്, ക്വാളിറ്റി പറഞ്ഞിട്ട്, റൈറ്റ്? പുറമെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത്, അപ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷനാണ് ലക്ഷറീസ് വില്ലാസും പ്രൊജക്ട്സും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പുതിയൊരു ഇൻഡസ്ട്രി ആയതിൻ്റെ ഒരു പ്രയാസവും ഓൾറെഡി നിങ്ങൾ മാനസികമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഡൗൺ ആയി പോകുന്ന അല്ലെങ്കിൽ എന്താ കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു സ്റ്റേജ് ഉണ്ടാവും മാനസികമായിട്ട്. ആ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ചെയ്ത ഇൻഡസ്ട്രി ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിലെല്ലാം ക്ലയൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്, ക്ലയൻറ്റ്സ് ചിലർ വീടാണ് വാങ്ങാൻ വരുന്നത്. ലക്ഷറിയസ് ക്ലയൻറ്റ്സ് വീടല്ല വാങ്ങാൻ വരുന്നത്. ദേ ആർ ട്രൈങ് ടു ബൈ ദ എക്സ്പീരിയൻസ് ആൻഡ് ഫീലിംഗ്. അപ്പോൾ ആ ഫീലും എക്സ്പീരിയൻസും സ്ട്രെസ് ചെയ്ത് സംസാരിക്കണം. ജസ്റ്റ് ഒരു സാധനം വിൽക്കാം എന്നുള്ളതിലേക്ക് ചിന്തിക്കാതെ, അത് വിൽക്കുന്നു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് ചിന്തിക്കാതെ, ഒരു വലിയൊരു പ്രൊജക്റ്റുകളൊക്കെ ഡ്രീം ചെയ്യാൻ പറ്റും. ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതിന് ജനങ്ങളെ ഇങ്ങനെ പറയാം, ഇഫ് യു വാണ്ട് ടു ബിക്കം എ ബില്യനെയർ, ഹെൽപ്പ് ബില്യൺസ് ഓഫ് പീപ്പിൾ. എല്ലാ ബിസിനസ്മാരും എന്താണ്, എല്ലാ ബിസിനസ്മാരും
ഒരു എന്താ പറയുക പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെ ആവരുത്. ഒരു സംരംഭകർ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവറാണ്, ഹെൽപ്പ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നിൽക്കൂ. നിങ്ങളുടെ അടുത്തുനിന്നുള്ള സർവീസും അവർക്ക് വേണം. ആ സർവീസ് വേണമെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരെ കൊണ്ടും നിങ്ങളെ സർവീസ് വിപ്പിക്കും. നിങ്ങളെയും പ്രൊമോട്ട് ചെയ്തിട്ട് അവരങ്ങനെ നടക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ പല ക്ലയൻസ് പറയുന്നത് എന്താണ്, എൻ്റെ ഒരു പാർട്ണറുണ്ട്, ഞാൻ ആളെയും കൂടി സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആളെയും കൂടി ഞാൻ പറയാം. എന്താ, നമ്മൾ ആ ലെവലിൽ നമ്മുടെ ക്ലയൻസിനെ സഹായിച്ചാൽ, ജനങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അവർ നമ്മളെ ഏറ്റെടുക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് നിരന്തരം, അത് വെറും ബുദ്ധിപരമായിട്ട് ഒന്നോ രണ്ടോ പരസ്യ വീഡിയോ ഉണ്ടാക്കിയിട്ട്, ഇമോഷണൽ ടച്ച് ചെയ്യുന്ന പരസ്യ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ള സാധനം കൊണ്ട് തീരൂല. അത് നിരന്തരം, ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. എന്ത് ബിസിനസ് എന്ന് പറയണം, വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നിരന്തരം എന്ത് ചെയ്യുക, ജനങ്ങളെ സേവിക്കാനുള്ള ഓരോ അവസരം ചെയ്തുകൊണ്ടിരിക്കുക. അത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ചീപ്പായിട്ട്, ഈസി ആയിട്ട്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്ന ഇഷ്ടമല്ലേ, നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നാണ് വാങ്ങുക. പിന്നെ എന്താണ് അല്ലേ, നമ്മൾ അറിയണം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്, നമ്മുടെ വർക്കുകൾ അതിലൂടെ പരിചയപ്പെടുത്തണം. രണ്ടാമത്തത് എന്താണ്, നമ്മൾ ജനങ്ങളെ സഹായിക്കുക, അപ്പോൾ അവരിഷ്ടപ്പെടും. ആ സഹായം നിരന്തരം ചെയ്യുമ്പോൾ ഇഷ്ടം വിശ്വാസമായി മാറും. ആ വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട സെയിലും സർവീസും എല്ലാം നടക്കും. എവറിത്തിങ് വിൽ ബി 80% സെയിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. 5-6 ഫോളോ അപ്പിലാണ് 80% സെയിൽ ഇല്ല. സോ നമ്മൾ മിനിമം എത്ര പ്രാവശ്യം ചെയ്യണം എന്നറിയാം ഫോളോ അപ്പ്? എത്ര? 12 പ്രാവശ്യം. 12 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഒഴിവാക്കാൻ. ഏറ്റവും ചുരുങ്ങിയത് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് അതിൽ മീറ്റിങ്ങുകളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ജസ്റ്റ് ഫോൺ കോൾസ് മാത്രമല്ല, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ 12ഓളം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. പക്ഷേ അധിക സെയിൽസ്മാൻമാർ എത്ര ചെയ്യുള്ളൂ, അവർ 3 to 4 അധികം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കും. അയാളെടുക്കലുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളെ വിളിച്ചിട്ടുണ്ട്, ഇത്രയും കാലം നോ ആണ് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്ന് എസ് പറയാനാണ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകും. അങ്ങനെയല്ല, നമ്മൾ നിരന്തരം ആ ആളുടെ വാട്സപ്പിലേക്കും സംഭവങ്ങളിലേക്ക്, കാരണം ആളൊരു ആവശ്യക്കാരനാണ്. ഒരു സമയത്ത് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആവശ്യക്കാരനാണ്. വേറൊരാളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്യപ്പെടും. സോ ആ മെൻറ്റാലിറ്റിയിലേക്ക് വരിക, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. ഡോണ്ട് വറി. നമ്മുടെ ടാർഗറ്റ് എന്താണ്? 150 ക്ലയൻറ്റ്സ് മിനിമം. അത് 200 ചിലപ്പോൾ വേണ്ടി വരും, പറയാൻ പറ്റില്ല. ഓക്കെ, 150 ക്ലയൻറ്റ്സ് മിനിമം. അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിലേക്ക് ബഡ്ജറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതിലേക്ക് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുക. 1 ടീമായിട്ട് വർക്ക് ചെയ്യുക, റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഇതുവരെയുള്ള ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും നമുക്കൊരു ഓഫീസിലിരുന്നിട്ട് ഒരു 9 to 5 ഒരു ജോബ് ചെയ്യുന്നൊരു ഫീൽ ഒരിക്കലും ഇവിടെ കിട്ടുന്നില്ല. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഒരു വർക്ക് എന്നുള്ളതിലുപരി നമുക്ക് വളരെ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ നമ്മുടെ വർക്കൊന്നും കൂടെ അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ടീം ഷാഫി ഇൻസ്പേസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്കിങ്ങനെ നോർമലി നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് നമ്മൾ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ ബിസിനസ്സിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ്, എൻ്റെ പേര് ഷിതിൻ. ഞാൻ എയർലൈൻ ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇതെൻ്റെ വൈഫ് അശ്വതി. ഹായ്, ഞാൻ എയർലൈൻ ബിൽഡേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഞങ്ങളൊരു കാലിക്കറ്റ് ബേസ്ഡ് ബിൽഡേഴ്സാണ്. ഒരു കാലിക്കറ്റിൽ 8 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ബോത്ത് ലക്ഷറി 1 ആൻഡ് ബഡ്ജറ്റ് 1 ചെയ്യുന്നുണ്ട്. ഏതൊരു സാധാരണക്കാർക്കും ഒരു മിനിമം ബഡ്ജറ്റിൽ എങ്ങനെ ലക്ഷറി പ്രൊജക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. ആ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴത്തെ പ്രൊജക്റ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വില്ലയുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങളും അറിയുവാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.